അപ്പോഴേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നലെ ഞാനൊരു കുഞ്ഞു അടുക്കളയിൽ നിന്നപ്പോൾ ഓടി വന്ന് വിഷമിച്ചൊരു കുഞ്ഞു വീഡിയോ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അത് ഇട്ടില്ലേ. അപ്പോൾ ഞാൻ എടുക്കുന്നതാണ് ഇത്. അപ്പോൾ ഇതും കൂടി ചേർത്തിടാം കേട്ടോ. ഇത് കണ്ടിട്ട് അതും കാണണം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഇടുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ കുറച്ച് സെൽഫ് ലവ് ഒക്കെ ചെയ്ത് സെൽഫ് കെയർ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. നമ്മുടെ ചെമ്പരത്തിത്താളി തേച്ചു, കഞ്ഞിവെള്ളം തേച്ചു കേട്ടോ രാവിലെ. ഇനി കുറേ ജോലികളുണ്ട്, എന്തായാലും അത് പോയി ചെയ്യണം. അപ്പോൾ ഒരുപാട് സ്ലോ ആയിട്ട് ജോലി ചെയ്യുന്നവർ എന്നും എഴുന്നേൽക്കുന്നതിന് 1.5 മണിക്കൂർ മുന്നേ എഴുന്നേറ്റ് ജോലി തുടങ്ങുക. അപ്പോൾ വേഗം എല്ലാം ചെയ്ത് തീർക്കാൻ കഴിയും. അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ. അല്ലാതെ നമ്മൾ പരാതിപ്പെട്ടും വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, നമ്മൾ തന്നെ ചെയ്തേ പറ്റുമല്ലോ, അല്ലാതെ എല്ലാം ചെയ്യുക അല്ലേ. അപ്പം നമ്മുടെ പെരുമ്പാവൂർ ജിഷയുടെ അമ്മ രാജേശ്വരി അമ്മ മരിച്ചുപോയി എന്നൊരു വാർത്ത രാവിലെ കണ്ടു അല്ലേ. 2 സ്ത്രീകൾ, അവർ 2 പേരും വേദനിച്ച് തന്നെ മരിച്ചു എന്ന് പറയാം അല്ലേ. അതാണ് നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥ. നമ്മുടെ ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കും എപ്പോഴും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പം നമ്മുടെ മക്കൾക്ക് നമുക്ക് വേണ്ടിയൊക്കെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക, ആർക്കും ഒന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക. ആർക്കും അങ്ങനൊരു അവസ്ഥ വരാതിരിക്കട്ടെ. അപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് എപ്പോഴും പറയുന്നത് പോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുപാട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചിയും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സെൽഫ് കെയറൊക്കെ ചെയ്യാൻ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. ഇതിൻ്റെ കൂടെ ഇടുന്ന അതുകൂടി കണ്ടു തീർക്കണേ പ്ലീസ്. അപ്പോഴേ ഞാനിപ്പോൾ ഓടി വന്ന് വീഡിയോ എടുത്താട്ടോ. ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചില്ലേ. ഞാൻ അടുക്കളയിൽ നിന്ന് പാത്രം കഴുകിക്കൊണ്ട് നിന്നപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് കഴുകാൻ തുടങ്ങിയതാണ്. ഈ കൈകൾ വെള്ളത്തിൽ കിടന്ന് കുതിർന്നു പോയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു കുഞ്ഞ് സങ്കടം സങ്കടം കയറി വന്നിട്ട് ഓടി വന്ന് വീഡിയോ എടുത്താണേ. നമ്മളെ ഇന്നലെ വുമൻസ് ഡേ കഴിഞ്ഞു അല്ലേ. എന്നെപ്പോലുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഹാപ്പിയായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം എപ്പോഴും പറഞ്ഞു. ഓടി വന്ന് ഇത് എടുത്തതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാം. അപ്പോഴും ഹസ്ബൻഡ് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ എടുത്തതിൻ്റെ കാര്യം. ഞാനിപ്പോൾ ഇതുവഴി വന്നപ്പോൾ വേസ്റ്റ് വെള്ളം ഒഴിക്കാൻ വന്നപ്പം അവിടെ കുറച്ച് കരിയില കിടക്കുന്നുണ്ടോ, അതൊന്ന് തൂത്തു. അങ്ങോട്ട് പോയി ഇന്നലെ കഴുകിയിട്ട തുണി ഉണക്കാനെടുത്തു. ഇങ്ങനെ തുണി കഴുകാനിടണം. വാഷിംഗ് മെഷീൻ ഇല്ല കേട്ടോ. ഉണ്ടെങ്കിലും ഇച്ചിരി എളുപ്പം, എന്നാലും അതിനകത്ത് ഇട്ടൊക്കെ എടുക്കണ്ടേ. അപ്പോഴും ജോലിയുണ്ട്. ഞാനിത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളെ മുഷിപ്പിക്കാനല്ല. എന്തെന്നറിയോ, നമ്മൾ അമ്മമാർക്ക് വീട്ടിൽ പണിയൊന്നുമില്ലെന്ന് സത്യം പറയാമല്ലോ. കഷ്ടപ്പാടെന്ന് പറഞ്ഞ് എന്തൊരു കഷ്ടപ്പാടാണെന്ന് ആരെയാ ബോധ്യപ്പെടുത്തുക. എല്ലാവരും പറയും സമത്വം ഒന്നും ഇല്ലെങ്കിൽ മറ്റുള്ളവർ ഷെയർ ചെയ്ത് ചെയ്യുന്നുണ്ടാവും എന്നൊക്കെ. അതൊക്കെ എവിടെയെങ്കിലും 1-2 ഇടത്ത് മാറിയതുകൊണ്ടോ അല്ലെങ്കിൽ 1-2 ഇടത്ത് നടക്കുന്നതുകൊണ്ടോ ഒന്നും. അപ്പോൾ ആണുങ്ങൾ പുറത്തു പോയി കഷ്ടപ്പെടുന്നില്ലേ എന്ന് പറയും. അവർ കഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഈ സ്ത്രീകൾ മൾട്ടിപ്പിൾ വർക്ക് ചെയ്യുന്നത് പോലെ അടുക്കളയിൽ നിൽക്കുമ്പോൾ മക്കൾ വിളിക്കും, അവർ ബാത്റൂമിൽ പോകും, അവരെ വാഷ് ചെയ്ത് കൊടുക്കണം, അവരെ കുളിപ്പിക്കണം, അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ് ഡ്രസ്സ് എടുത്ത് വെക്കണം, ചോറെടുത്ത് വെക്കണം, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർക്ക് പൊതി കെട്ടണം. എനിക്ക് എത്ര ജോലികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നിട്ടാണ് കേട്ടോ ഓടി വന്ന് ഈ വീഡിയോ എടുത്തത്. എത്ര പേര് കേൾക്കുമെന്ന് അറിയത്തില്ല. എൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തതാണ്. അങ്ങനെ ചെയ്തപ്പോൾ ഞാനിനി അടുത്തടുത്ത ജോലി എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുക. അടുത്തടുത്ത ജോലി, കോഴിക്ക് പോയി വെള്ളം കൊടുത്ത് പശു ആടും ഒക്കെ ഉള്ളവരുടെ കാര്യമാണെങ്കിൽ പറയുകയേ വേണ്ട. അങ്ങനെ ഓരോന്ന് ചെയ്തപ്പോഴാണ് ഓടി ഒന്ന് കമ്മലും ഇട്ടിച്ച് ലിപ്സ്റ്റിക്കും തേച്ച്. പക്ഷേ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ ഞാൻ ഇതൊന്നും ചെയ്യാറില്ല. വീട്ടിലിതൊന്നും ഇടുന്നില്ല. അതാണ് നല്ലത്. നമ്മുടെ കഴുത്തൊക്കെ എപ്പോഴും വൃത്തിയാക്കാനൊക്കെ മാലയൊക്കെ ഇടാതിരിക്കാം. ഇതിനകത്തൂടെ ടിപ്സ് പറയാൻ വന്നല്ലോ കേട്ടോ. എൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്താൽ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പം എന്നും ഈ കിടന്ന് തീരാ പണികൾ ചെയ്യുന്നല്ലോ ഭർത്താവേ. എന്താണ് ഒരു സമാധാനം, സന്തോഷം. അപ്പോൾ മറ്റ് എത്രയോ സ്ത്രീകൾ സന്തോഷിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും സന്തോഷത്തിൻ്റെ ഉറവിടം കാശാണ്. കാശുണ്ടെങ്കിൽ നമുക്കിതൊന്നും കഷ്ടപ്പാടില്ല. അപ്പോഴും ആ വീട്ടിലെ ജോലിക്കാരി എന്ന് പറയുന്ന സ്ത്രീ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. ഒക്കെ തന്നെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ടല്ലേ ഇവർ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഹോട്ടലിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആളെ കഷ്ടപ്പെട്ട് ചൂടത്ത് കിടക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ആരൊക്കെയോ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, വേറൊന്നുമല്ല. ഞാൻ ചിന്തിക്കുന്നത് എന്താ പറയുക, വൈകിട്ട് ഉച്ച കഴിഞ്ഞ് മക്കൾ വരുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഉരുകി തീരുന്നെന്ന് പറയുന്നില്ലേ. അപ്പോൾ കഷ്ടപ്പെട്ട് ചെയ്യണ്ട, ഇഷ്ടപ്പെട്ട് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് മനസ്സിന് റിലീഫ് കിട്ടൂല കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് വട്ട് പിടിക്കും സത്യമായിട്ട്. ഞാനിങ്ങനെ അടുത്തടുത്ത് ജോലി ചെയ്ത് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിയപ്പോഴാണ് ഓടി വന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്കിതിന് ഇപ്പോൾ പെട്ടെന്ന് നാളെ തൊട്ട് ഞാൻ എന്നാൽ ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ ചെയ്യണ്ടെന്ന് വെച്ചാൽ നമ്മുടെ വീട് വൃത്തികേടായി കിടക്കും, നമ്മുടെ പിള്ളേരുടെ ഹെൽത്ത് മോശമാവും, നമ്മൾ ഫുഡ് വൃത്തിയായിട്ട് ഉണ്ടാക്കി കൊടുത്തേ പറ്റുള്ളൂ, നമ്മുടെ ഡ്രസ്സുകൾ വൃത്തിയായിട്ട് വാഷ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ എല്ലാ ജോലികളും മിറ്റം വൃത്തിയായിട്ട് തൂത്തിടണം. കാരണം ആരെങ്കിലും വരുമ്പോൾ വൃത്തിയായിട്ട് കിടക്കുമ്പോൾ അവർക്കൊരു പോസിറ്റീവ് ഇത് കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ വീട് വൃത്തിയാക്കി വെക്കണം, അടുക്കി പെറുക്കണം, കഴുകണം, തുടയ്ക്കണം,
വേണം, വീട്ടിലുള്ള എന്തെങ്കിലും മൃഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് ആഹാരം കൊടുക്കണം, വെള്ളം കൊടുക്കണം. എൻ്റെ പൊന്നീ സ്ത്രീകൾ, ഇന്നലെ വുമൻസ് ഡേ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു റെസ്പെക്റ്റ് പക്ഷേ ചോദിച്ച് വാങ്ങേണ്ടല്ല, നിങ്ങൾ തരുമെങ്കിൽ ഞങ്ങൾക്ക് ഔദാര്യമല്ല എന്നൊരു എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ ഒരു യൂട്യൂബ് സിസ്റ്റർ ഇട്ടിരുന്നു. സത്യമാണ്, നിങ്ങളുടെ ഔദാര്യമല്ല എങ്കിലും റെസ്പെക്റ്റ് നിങ്ങൾ തരണം എന്ന് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പേരിലാണ് കേട്ടോ. അത്രയേറെ ബുദ്ധിമുട്ടിലൂടെ നമ്മൾ ഈ വീട്ടു ജോലികളിലൂടെ കടന്നു വന്നു. അപ്പോൾ ജോലിക്ക് പോകുന്നവരോ അവർ ജോലിക്ക് പോയിട്ട് വന്ന് ആഴ്ചയിലൊരിക്കൽ അതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്, സ്ത്രീകളും ആണുങ്ങളും എല്ലാം. ഞാൻ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട്. പക്ഷേ സ്ത്രീകളുടെ കാര്യം കേട്ടോ, ഇതിന് വരുമാനമില്ല. നമ്മൾ 3 നേരം ഫുഡ് കഴിക്കും, പക്ഷേ തീരാത്ത ഈ കൈയൊക്കെ ഉണ്ടല്ലോ, വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് കഴുകി വാഷ് ചെയ്ത് നമ്മുടെ പാത്രം കഴുകി. പക്ഷെ സങ്കടമില്ല കേട്ടോ, മെഴുകുതിരി ഉരുകി തീർന്നല്ലേ നമുക്ക് വേണ്ടി പ്രകാശം തരുന്നത്. വിത്തുകളൊക്കെ മണ്ണിൽ വീണ് ചത്ത് അത് ചീത്തയായി അളിഞ്ഞല്ലേ അടുത്ത മരം ഉണ്ടാകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി. അത് അങ്ങനെ തന്നെയാണ് നമ്മുടെ കുഞ്ഞു ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് സന്തോഷം കിട്ടും. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളെന്തിനാണ് കഷ്ടപ്പെടുന്നത്, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നമ്മുടെ ലൈഫിൽ നമുക്ക് മനുഷ്യനെന്ന ഒരു ജന്മം തന്ന് ഈ ഭൂമിയിലോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളിലൂടെയൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതല്ലെങ്കിൽ നമുക്ക് വട്ടുപിടിച്ച് പോകുന്നേ. നമ്മളിങ്ങനെയൊക്കെ ചിന്തിച്ച് സമാധാനപ്പെട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ എന്നാൽ എന്ന് സ്ട്രഗിളിലൂടെ പോകണമെന്ന് ചോദിച്ചാൽ ശരിയാണ്, ഒരുപാട് കാശുള്ള ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ മുതൽ കാശില്ലാഞ്ഞിട്ടാണോ ആ പുള്ളിക്ക് അങ്ങനൊരു അവസാനം ഉണ്ടായത്. അപ്പോൾ കാശൊന്നും അല്ല എല്ലാത്തിൻ്റെയും പ്രശ്നം. കാശ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും നമ്മുടെ സമാധാനവും സന്തോഷവും നമ്മുടെ മനസ്സിൽ തന്നെയാണ് കേട്ടോ. ഞാൻ ആ പാത്രം കഴിയുമ്പോൾ ഇത് വൃത്തിയായിട്ട് കഴുകി വെച്ചാലല്ലേ ഫുഡ് കൊടുക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് അസുഖം വരാതിരിക്കൂ എന്ന് ഞാൻ ചിന്തിച്ച് കഴിയുമ്പോൾ, വൃത്തിയായിട്ട് ഫുഡ് ഉണ്ടാക്കിയാലല്ലേ എൻ്റെ മക്കൾക്ക് വയറ് നിറച്ച ആഹാരം ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ തീരും, എല്ലാ പ്രശ്നങ്ങളും തീരും. അപ്പം നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. ഞാൻ പെട്ടെന്ന് സങ്കടം വന്നപ്പോൾ ഓടി വന്ന് എടുത്താണ് കേട്ടോ. എത്ര പേർക്ക് ഇത് റിലേറ്റ് ആകുമെന്ന് അറിയത്തില്ല, എത്ര പേര് ഇത് കേൾക്കുമെന്ന് അറിയത്തില്ല. എന്നെ കേൾക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഇത് മൊത്തം കേൾക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമാവും. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കമ്മലൊക്കെ ഇട്ട് സുന്ദരിയായി വന്നത്, കണ്ടില്ലേ. ഇപ്പം ഞാനിതെല്ലാം ഊരി വെക്കും കേട്ടോ. അടുത്ത ഒത്തിരി തുണികളൊക്കെ കിടക്കുന്ന ഒരുപാട് ജോലികളുണ്ട്. എന്നാൽ എല്ലാവർക്കും ചക്കരയുമ്മ ഹാപ്പി മൺഡേ. സ്റ്റാർട്ടിങ് ആണ് ഈ ആഴ്ചത്തെ. ഓക്കെ, ബൈ.